നന്നാവാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഞാനിപ്പോൾ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഫോൺ യൂസ് കുറയ്ക്കാനും രാവിലെ ഉറക്കം എഴുന്നേറ്റ ഉടനെ ഫോൺ നോക്കാത്ത ഒരു ശീലം കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഓവർ ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് ഒരു പണിയില്ല, എനിക്ക് സംസാരിക്കാൻ ആരുമില്ല എന്നൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ മാത്രമാണ് ഞാൻ ഫോണിലിങ്ങനെ കുത്തിയിരുന്ന് വീഡിയോസൊക്കെ കാണാറുള്ളൂ. അപ്പം അത് അങ്ങനൊരു ശീലമായതുകൊണ്ട് തന്നെ രാവിലെ ഉറക്കം എഴുന്നേറ്റ പാടെ ഞാൻ സാറിൻ്റെ മെസ്സേജ് കണ്ടിരുന്നു, സാർ ശ്രുതി ടുമോറോ ഇസ് എ ഹോളിഡേ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഓക്കെ, നാളെ ഹോളിഡേ ആണല്ലോ എന്ന് വിചാരിച്ച് രാവിലെ വലിയ കാര്യത്തിൽ ഒരുങ്ങി ജോലിക്കൊക്കെ പോയതാണ്. ജോലിക്ക് പോയിട്ടൊരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും സൈറ്റ് എഞ്ചിനീയർ വന്നിട്ട് ബില്ലൊക്കെ തന്നപ്പോൾ ഞാൻ നാളെ ഹോളിഡേയുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ, നാളെ എന്തിൻ്റെ ഹോളിഡേ എന്ന് വെച്ചപ്പോൾ ഞാൻ ഇസ്ലാമിക് ന്യൂ ഇയർ ആണല്ലോ, അത് ഇന്നാണല്ലോ എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പം ഞാൻ ഒന്നുകൂടെ മെസ്സേജ് ക്രോസ് ചെക്ക് ചെയ്തപ്പോഴായിരുന്നു അത് തലേന്ന് രാത്രി 10:30 അയച്ച മെസ്സേജ് ആയിരുന്നു. ഞാൻ സമയം ശ്രദ്ധിച്ചില്ല. അങ്ങനെ പിന്നെ രാവിലെ തൊട്ട് 2 മണി വരെയൊക്കെ പെൻഡിങ് വർക്ക്സൊക്കെ തീർന്നു. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. എന്നാലും വെറുതെ പണിക്ക് പോയില്ലെന്നൊരു വിഷമം. അങ്ങനെ ആ വിഷമം തീർക്കാൻ 3:30 വരെയുള്ള ജോലിയാണെങ്കിലും 1.5 മണിക്കൂർ ഞാൻ നേരത്തെ ഇറങ്ങി വന്ന് മഷ്റൂം കറിയൊക്കെ ഉണ്ടാക്കി. ആ പാത്രം ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക, അത് 2-3 കൈ മറിഞ്ഞ പാത്രമാണ്. അപ്പം അതിൻ്റേതായ കുഴപ്പങ്ങളിലുണ്ട്. പിന്നെ നമ്മൾ അന്നത്തെ പ്രോട്ടീനൊക്കെ ഇൻടേക്ക് ചെയ്തു. പനീർ നോർമലായിട്ട് കറി വെച്ച് കഴിക്കുമ്പോൾ നമുക്ക് ഓയിൽ യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ രീതിയിൽ ചുമ്മാ ഒന്ന് മൈക്രോവേവ് ചെയ്തിട്ട് കഴിക്കും. കുഴപ്പമില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും. എന്നാൽ പ്രോട്ടീൻ ഇൻടേക്ക് ആവുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും സാധാരണ ജിമ്മിൽ പോകുന്നത് വെയിറ്റ് കുറയ്ക്കാനൊക്കെയാണ്. പക്ഷേ ഞാൻ കൂടുതലും ജിമ്മിൽ പോകാൻ പ്രിഫർ ചെയ്യുന്നത് എനിക്ക് കുറച്ച് ആൾക്കാരെ കണ്ട് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ കൂടുതലും ഈ ആൾക്കാരോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പം ഇവിടെ വന്നതിന് ശേഷം കുറച്ച് കോണ്ടാക്ട്സ് ഇല്ലാണ്ടായി. എപ്പോഴും നമുക്ക് നാട്ടിലുള്ളവരെ വിളിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പിന്നെ ജിമ്മിലൊക്കെ പോയി അന്നത്തെ ഡേ കഴിക്കും.